എടോ അയാൾ എടുക്കുന്നില്ല ശാലിനി. വിഷ്ണുട്ടാ ഇങ്ങ് തന്നെ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അപ്പൊ നമ്മുടെ സംശയം ശരിയായി ശാലിനി. ഫോണിങ്ങന്ന് ഇയാളെന്താ ഈ ഫോൺ എടുക്കാത്തത്? ഹലോ, സുസ്മിത ഹിയർ. എന്താടി പണി ഏറ്റോ? പണി ഏറ്റടി. അത് നീ കോൾ അറ്റൻഡ് ചെയ്തപ്പോഴേ എനിക്ക് മനസ്സിലായി. ഒരു ആത്മവിശ്വാസം ഉണ്ട് ശബ്ദത്തില്. പഴയ സുസ്മിത തിരിച്ചു വന്നതുപോലെ. അതേടി, എനിക്കിപ്പോ അങ്ങനൊരു ഫീലുണ്ട്. കുറെ നാള് ഒരു ദുസ്വപ്നത്തിലോ നരക കുഴിയിലോ കഴിഞ്ഞതുപോലെ. ഇനി ഞാൻ അതിന്ന് കരകയറാൻ പോവാ. ചത്ത് വെണ്ണീറായ ഫീനിക്സ് പക്ഷി വീണ്ടും ചിറകടിച്ചു പറക്കും പോലെ. എടി ഫീനിക്സേ, നിനക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാതിരുന്നത്? സാധാരണ നീയല്ലേ ഞങ്ങൾക്ക് കുബുദ്ധി ഉപദേശിച്ചു തരുന്നത്. അക്കാര്യത്തിൽ എനിക്കിപ്പോ അതിശയം തോന്നുന്നുണ്ടടി. എന്റെ തലയ്ക്ക് എന്താ പറ്റിയെന്ന് ഇപ്പോഴാ ആലോചിച്ചു നോക്കുന്നത്. ഞാനെങ്ങനെ ഈ ചാണകക്കുഴിയിൽ വന്ന് വീണെന്നും അതിന്ന് കരകയറാൻ പറ്റാതിരുന്ന എന്തുകൊണ്ടാണെന്നും ആലോചിക്കുമ്പോ ഒരു നാണക്കേട്. എന്റെ തല അന്നേരം മരവിച്ചു പോയിന്നാ എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങനത്തെ മരവിപ്പ് വരുമ്പോ അത് മാറാനായിട്ട് നിന്റെ തന്നെ ഒരു ഉപദേശം ഞാനങ്ങ് ഫ്രീ ആയിട്ട് തിരിച്ചു തരിക. ഒരു പെണ്ണൊരുമ്പെട്ട ഏത് പുരുഷനെയും വീഴ്ത്താനും തകർത്ത് തരിപ്പണമാക്കാനും 1000 മാർഗങ്ങളുണ്ടടി. പിന്നീട് കൂടെ ജീവിക്കുന്നവന്റെ കാര്യം. എനിവേ, താങ്ക്സ് ഫോർ യുവർ വാല്യുബിൾ അഡ്വൈസ്. എന്നാ ഞാൻ വെച്ചേക്കുവോ മോളെ? ഒരു നൈറ്റ് പാർട്ടി ഉണ്ട് ബീച്ചില്, പോയിക്കൊണ്ടിരിക്കുക ഞാൻ. കൂടുന്നോ ഞങ്ങളുടെ കൂടെ? ഒരാഴ്ചക്കുള്ളിൽ ഇതെല്ലാം ഒന്ന് സെറ്റിലാക്കിയിട്ട് ഈ സുസ്മിത നിങ്ങൾക്ക് എല്ലാമായിട്ടൊരു പാർട്ടി തരുന്നുണ്ട്. അപ്പൊ നീ വന്നാ മതി. ഓക്കേടി. ശരി. വിഷ്ണുട്ടാ, എന്തായി രോഹിത്തിന്റെ കാര്യം? എന്റെ പൊന്നു സുഹൃത്തെ, ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ? ഇതുവരെ അയാൾ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒന്ന് തിരിച്ചു വിളിക്കുക അതുമില്ല. ഇയാള് അമ്മയുടെ ഫോൺ എത്ര നേരം ഈ ഫ്ലൈറ്റ് മോഡിൽ ഇടുന്ന? അമ്മ ആരെങ്കിലും ഫോൺ കാട്ടി കൊടുത്താലേ അവര് മാറ്റി കൊടുക്കില്ലേ? ഒരു കോളേൽ 2 ലാർജും ഓരോ ഉറക്ക ഗുളികയും മിക്സ് ചെയ്ത് തന്നാ അവിടെ വീഴാനുള്ളതേ ഉള്ളടാ നിന്റെ ഈ തടി. ആ നീയാണോ സുസ്മിതയും കൊണ്ട് പറക്കാൻ നോക്കുന്നത്? എടാ ദ്രോഹി, നീ കെട്ടി ഈ താലി പൊട്ടിച്ചു കളയാൻ പറ്റിയില്ലെങ്കിൽ സ്വയം കുത്തിച്ചാകുവേ സുസ്മിത.
ഇത് സത്യം, സത്യം, സത്യം. ഒരുപാട് നാളായി ഒന്ന് സുഖമായിട്ട് ഉറങ്ങണം. ഫോൺ കിട്ടുന്നില്ലല്ലോ. സുസ്മിത വിളിച്ചത് എന്തിനാണെന്നും അറിയില്ല. സത്യമേ, ദാ വെള്ളം. നീ അതവിടെ വെച്ചേക്ക്. പൊന്നി നിന്നെ, നീ ഫോണും നോക്കിയേ. കുറെ നേരമായിട്ട് ഇതിനൊരു അനക്കമില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇങ്ങോട്ട് വിളിയൊന്നും വരുന്നുമില്ല. നോക്ക്. അല്ലെങ്കിൽ വേണ്ട, എനിക്കിത് എന്താ അറിയാനാ. ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. നീ പൊയ്ക്കോ. ഇനിയിപ്പോ ഇത് ആരോടൊന്ന് ചോദിക്ക? പ്രേറ്റിയോട് ചോദിച്ചാലോ? രാത്രിയായല്ലോ. ഞാനെങ്ങനെ ഇത്രയും സമയം ഉറങ്ങിപ്പോയത്? സമയം എത്രയായി കാണും? അയ്യോ, ഇത്രയായോ? വിഷ്ണു ബ്രോ കുറെ തവണ വിളിച്ചിരിക്കുന്നല്ലോ. എന്താണാവോ? എടോ രോഹിത്തെ. എന്താ ബ്രോ? കുറെ തവണ വിളിച്ചിരുന്നല്ലോ. 15 മിസ്ഡ് കോള്. എടോ ഇയാൾ ഇതാ എവിടെയായിരുന്നു? ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. ഇത്രയും നേരോ? ഒരു കോള കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എഴുന്നേക്കുന്നത് ഇപ്പോഴാ. വല്ലാത്തൊരു തലവേദന. എന്നാലേ ആ സുസ്മിത എന്തെങ്കിലും കോളേജിൽ ചേർത്ത് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ 8ന്റെ പണിയാണല്ലോ അവള് തന്നത്. എന്താ ബ്രോ? സുസ്മിതയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ അവള് കുറച്ച് ഫോട്ടോ അയക്കാം, അത് കണ്ടിട്ട് തീരുമാനം എടുക്കാൻ പറയുന്നു. അത് നമുക്ക് ഫോട്ടോ കണ്ടിട്ട് തീരുമാനിക്കാം സത്യമേ. ഇപ്പൊ നമുക്ക് ഇൻവിറ്റേഷന്റെ കാര്യം നോക്കാം. സത്യമ ഫോണിൽ തന്നെ. ആ ഫോണിങ്ങിതാ. ഞാൻ സുസ്മിത എന്ന് വിളിക്കട്ടെ. അവളുടെ പ്രശ്നം എന്താണെന്ന് അറിയാതെ ഒരു മനസ്സമാധാനമില്ല. വിഷ്ണു, നീ നോക്കിയേ, എന്റെ കോളൊന്നും പോകുന്നില്ല.
സത്യം പറഞ്ഞാലേ നെഞ്ചിലൊരു തീപ്പന്തും വെച്ചോണ്ട് നിൽക്കായിരുന്നു ഞാനും ശാലി ഇത്ര നേരം. ഇടുവാ ആരെങ്കിലും അമ്മയുടെ ഫോൺ ശരിയാക്കി കൊടുത്ത് എന്താ ചെയ്യാ? അതിന് നിങ്ങൾ ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തില്ലേ ബ്രോ? എന്റെ പൊന്ന് രോഹിത്തെ, അതുകൊണ്ട് എന്താ കാര്യം? സുസ്മിത അയക്കുന്ന ഫോട്ടോകളും കണ്ടേ അവളുടെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അമ്മ കാത്തിരിക്കും ഇവിടെ. അതറിയാനുള്ള അക്ഷമയിലാണ് അമ്മ അവളെ തുടരെ വിളിക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലായോ? അമ്മ അവളെ വിളിച്ചു കഴിഞ്ഞാലേ അവൾ ആ ഫോട്ടോകൾ വീണ്ടും അയച്ചു കൊടുക്കില്ലേ? അതല്ലെങ്കിൽ അമ്മ വിളിച്ചു ചോദിക്കുമ്പോഴേ അവള് പ്രശ്നം എന്താന്ന് പറയില്ലേ? എന്നാ അവളുടെ ഫോണിൽ നിന്നും ഞാൻ ആ ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്യട്ടെ. എടോ, എന്നാലും പ്രശ്നങ്ങൾ തീരില്ല. അമ്മ അത് ചോദിക്കാതിരിക്കത്തുമില്ല. വേണ്ടി വന്ന ആ ഫോട്ടോകൾ ഡിലീറ്റ് ചെയ്താലും തിരിച്ചെന്തോ എടുക്കാൻ പറ്റില്ല. എന്താ റീകവറി അങ്ങനെന്തോ. അവളാണല്ലോ ആള്, അവളത് ചെയ്യും. അല്ല പിന്നെന്താ ബ്രോ ഒരു വഴി? അമ്മ അത് ചോദിക്കാതിരിക്കണം, അതേ ഉള്ളൊരു വഴി. അല്ല സത്യം അത് ചോദിക്കാതിരിക്കാൻ എന്താ ഒരു വഴി? എന്റെ തലയിലൊന്നും തോന്നുന്നില്ല ബ്രോ. അവള് വെച്ച കെണിയിലെ അവള് തന്നെ വീഴണം. മനസ്സിലായല്ലോ? ശരി ബ്രോ, അങ്ങനെ തന്നെ ചെയ്യാം. അവളെ ചോദിച്ചു വാങ്ങിക്കുന്ന പണിയല്ലേ, നമ്മളായിട്ട് എന്തിനാ കൊടുക്കാതിരിക്കുന്നത്? എന്നാ സമയം പാഴാക്കാതെ പണി തുടങ്ങിക്കോ. ഓക്കെ. അവളെടുത്ത ഫോട്ടോ ഡിലീറ്റ് ചെയ്യുന്നത് മുതൽ തുടങ്ങണം. ഇതുകൊണ്ടല്ലേ നീ എനിക്ക് പണി തരാൻ തുടങ്ങിയത്? ഇതുകൊണ്ടുള്ള പണി തന്നെ നിനക്ക് തരാടി. അമ്മ, എടാ നീ ഫോൺ കമ്പനിക്കാരെ വിളിച്ചായിരുന്നോ? അത് വിളിച്ചു. അപ്പോ നെറ്റ്വർക്ക് ശരിയാക്കാൻ ഫോണിന്റെ എന്തോ സെറ്റിംഗ്സ് മാറ്റണം അത്ര. എന്താണോ എന്തോ, നീ ഇതൊന്ന് നോക്ക്. നോക്കി.
ഇതല്ലേ? അതിങ്ങനെ ശരിയാക്കിയിട്ടുണ്ട് സത്യമേ. അമ്മ എന്നാ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ രോഹിത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. സുസ്മിത ഉണ്ടല്ലോ, അവളെന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട വിഷ്ണുട്ടാ. അവളുടെ ഒരു തന്ത്രവും ഫലിക്കാൻ പോകുന്നില്ല. ധർമ്മോ രക്ഷതി ധർമ്മോ എന്ന് കേട്ടിട്ടില്ലേ? ധർമ്മത്തെ ധർമ്മം തന്നെ രക്ഷിക്കുന്നു. നമ്മളൊക്കെ അവിടെ ഉപകരണങ്ങൾ മാത്രമാ. എന്റെ പൊന്നോ മഹാഗുരു, നടന്നാലും നടന്നാലും വാ, എന്നാ ഞാൻ വരാം. ഇത് ചാവാനുള്ളതാണോ അതോ കൊല്ലാനുള്ളതോ? ഇയാൾക്ക് എന്ത് മറുപടിയാ വേണ്ടത്? പിന്നെ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്? എന്റെ കയ്യിൽ എന്തേലും ഉണ്ടെന്ന് കരുതിയിട്ടാണെങ്കിൽ ഒരു കൂക്കച്ചളയില്ല. ഞാൻ ആരും പിടിച്ചോണ്ട് വന്നിട്ടൊന്നുമില്ല. ഇയാൾക്ക് വേണമെങ്കിൽ കഴിക്കും. എന്നാ കൈപ്പാടി ഇത്? ഇംഗ്ലീഷ് മരുന്നിന് പിന്നെ മധുരമായിരിക്കുമോ? ഇവിടെ നിന്ന് പ്രസംഗിച്ച ഈ വെള്ളം ഞാൻ നിന്റെ മുഖത്തേക്ക് ഒഴിക്കും. എന്നാലേ ഇയാൾ എന്റെ കൈ കൊണ്ടായിരിക്കും ചാവുന്നത്. സിസ്റ്റർ, അത് ഗോപാലേട്ടൻ. ഗോപാലകൃഷ്ണനല്ലേ? ആ അതെ, ദാ അവിടെ കിടപ്പുണ്ട്. വാശാന്തേ, ഗോപാലേട്ടാ, ഗോപാലേട്ടാ, അവിടെ ആരും ഇല്ലേ? ആരും ഇല്ലേന്ന്? എന്താ എന്താ ഗോപാലേട്ടാ? ഇവരെന്നെ കൊല്ലാൻ വന്നിരിക്കുന്നു. ആരെങ്കിലും ഒന്ന് ഓടി വാ. ഗോപാലേട്ടാ, ഞാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ എന്റേതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ അങ്ങ് എടുത്തോ. എനിക്ക് വേണ്ട, എന്നെ അങ്ങ് വിട്ടേക്ക്. ഗോപാലേട്ടൻ, ഞാനാ? മിണ്ടരുത്, പോ, പുറത്തു പോവാൻ. വാ ശാരദാമ്മേ. ശാന്തേ നിക്ക്. വിളിച്ചോണ്ട് പോ. ഗോപാലേട്ടാ, വാ നമുക്ക് പോവാം. ഗോപാലേട്ടാ, ആരും അന്വേഷിക്കാനില്ലാത്ത ഇവിടെ മറ്റുള്ളവരുടെ പ്രശ്നം. ഇയാൾക്ക് ഇത് എന്തിന്റെ കേടാ? വാ ശാന്തേ, നിക്ക് ശാന്തേ. എന്താ എന്താ ശാരദാമ്മേ? അത് ഗോപാലേട്ടന്റെ പ്രശ്നം ഹെഡ് നഴ്സ് ഏലിയമ്മയല്ലേ ശാന്തയോട് പറഞ്ഞത്? ഏലിയമ്മ എന്ന് കണ്ടിട്ട് പോവാം. എന്തിനാ ശാരദാമ്മേ
ഇതൊക്കെ കേട്ടിട്ട് ആ